الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം മരണം വരെ നയിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് തുടക്കത്തിൽ എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരു ബഹുമത സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്, എങ്ങനെയാകണം അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായി ഖുർആനും സുന്നത്തും വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കാതെ മുസ്ലിമീങ്ങൾ അത്തരമൊരു നാട്ടിൽ ജീവിച്ചാൽ വമ്പിച്ച പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വ്യക്തികൾക്കും സമൂഹത്തിനും നേരിടേണ്ടി വരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കലാപാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ വേഗത്തിൽ തന്നെ ചേരിതിരിവുകൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും.
ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിച്ച് നിൽക്കുന്നവർക്ക് അവരുടെ തെറ്റിദ്ധാരണകൾ വർദ്ധിക്കുമാറ് ആ സംഭവവികാസങ്ങൾ ഉടലെടുക്കപ്പെടും. അതുപോലെ തന്നെ അത്തരം ഘട്ടങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? മുസ്ലിം സമൂഹമെന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പ്രതികരിക്കുവാൻ സാധിക്കാതെ വരും. എപ്പോൾ ഒരു മുസ്ലിം വ്യത്യസ്ത മതാദർശങ്ങൾ നിലകൊള്ളുന്ന നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാതെ വന്നാൽ, അറിയാതെ വന്നാൽ, നമസ്കരിക്കുവാൻ പള്ളിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എൻ്റെ നമസ്കാരം ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ നിർവഹിക്കേണ്ടത് എന്നറിയാതെ വന്നാൽ അവൻ്റെ നമസ്കാരം ഫസാദായി പോകും. അവൻ്റെ നമസ്കാരം അവന് നഷ്ടമായി പോകും. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആ ഇഹ്റാമിൻ്റെ കാലയളവിൽ എന്ന് പഠിക്കാതെ വന്നു കഴിഞ്ഞാലോ അവൻ്റെ ആ ഹജ്ജ് എന്ന കർമ്മം, ഉംറ എന്ന കർമ്മം അവന് നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകും. ഇതുപോലെ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം എന്ന നമ്മളെന്ന സമൂഹം എങ്ങനെയാകണമെന്ന് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും വലിയ നഷ്ടങ്ങൾ നമുക്കുണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളും അമുസ്ലിമീങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ, ബഹുമത സമൂഹത്തിൽ ജീവിക്കുക എന്നത് പൂർണ്ണമായും ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ കാര്യം അങ്ങനെയാണോ? പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന എല്ലാ പ്രവാചകന്മാരും, സകല പ്രവാചകന്മാരും അവർ കടന്നുവന്ന സമൂഹം വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ആരാധനകളും ആരാധനാലയങ്ങളും നിറനിന്നിരുന്ന ഒരു നാട്ടിലേക്കാണ് പ്രവാചകന്മാരിൽ മഹാഭൂരിപക്ഷവും കടന്നു വന്നത്, അല്ലെങ്കിൽ അവരൊക്കെയും കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്ന സാഹചര്യവും ആ വിധമാണ്. ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വരുന്ന സാഹചര്യവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധനവുമായി കടന്നു വന്നത് ശിർക്കിൽ നിറഞ്ഞു നിൽക്കുന്ന, ബഹുദൈവ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനതയിലാണ്. അവിടെ അദ്ദേഹം ഒരു മുസ്ലിമായി ജീവിച്ചു. ആ പ്രവാചകന്റെ ജീവിതം പൂർണ്ണമായും മാതൃകയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. 53-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, വ ഇബ്രാഹിമല്ലദീ വഫാ, കടമകൾ നിറവേറ്റിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഏത് സമൂഹങ്ങൾ നിലനിൽക്കുന്ന നാടാകട്ടെ, ഒരു മുസ്ലിമിന് പൂർണ്ണാർത്ഥത്തിൽ മുസ്ലിമായി തന്നെ അവിടെ ജീവിക്കുവാൻ സാധിക്കും എന്ന് കൃത്യമായി ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്ന സാഹചര്യവും അങ്ങനെയാണ്. മാലിക് ദീനാറും ആ സംഘത്തിലൂടെയും അതുപോലെ തന്നെ ജസീറത്തുൽ അറബിൽ നിന്ന് മുഹമ്മദ് ബിൻ ഖാസിം എന്ന ആ മഹാന്റെ നേതൃത്വത്തിലും ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ദ്രാവിഡ ആര്യ സംസ്കാരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യ. അവിടെ ഇസ്ലാമിൻ്റെ കടന്നുവരവും മുസ്ലിമീങ്ങളുടെ ജീവിതവും സുതാര്യമായിരുന്നു, ഏറ്റവും മാതൃകായോഗ്യമായ നിലയിലുമായിരുന്നു. നമുക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഏറ്റവും മനോഹരമായ സൗഹാർദ്ദാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ മുസ്ലിമീങ്ങളുടെ ജീവിതം കടന്നുപോയി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവരെ നയിച്ചതെന്തായിരുന്നു? വിശുദ്ധ ഖുർആനാകുന്നു, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിലും ധർമ്മത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം, അതുപോലെ തിന്മയിലും അധർമ്മങ്ങളിലും പാപത്തിലും സഹകരിക്കരുത് എന്ന ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം സ്വീകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ, അമുസ്ലിം അതുപോലെ ബഹുമത സമൂഹത്തിൽ അവർക്ക് മാതൃകകളായി ഖുർആനിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങനെ ജീവിച്ച് കാണിച്ചു തരുവാൻ മുൻഗാമികൾക്ക് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്,
ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതകാര്യത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുണ്യം ചെയ്യണമെന്ന്, അവരോട് നീതിയോടുകൂടി വർത്തിക്കണമെന്നും അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നും അള്ളാഹു പഠിപ്പിച്ച ഈ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമത സമൂഹത്തിൽ ഏറ്റവും മാതൃകായോഗ്യരായിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞ് കടന്നുപോയി നമ്മുടെ മുൻഗാമികൾ. അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ആ രംഗത്ത് ചിട്ടപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അനേകം പ്രയാസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ എങ്ങനെയാകണം ഒരു ബഹുമത സമൂഹത്തിൽ? അത് പഠിക്കാത്തതിൻ്റെ പേരിൽ അനേകം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട് എന്നതൊരു സത്യമാണ്. അത് പഠിച്ച് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കാതിരുന്നാൽ ഇനിയുള്ള കാലത്ത് ഈ നാട്ടിൽ ജീവിക്കുക എന്നത് പ്രയാസമായിരിക്കും. കാരണം ശത്രുക്കൾ അതിശക്തമായ കോപ്പകൾ ഒരുക്കുമ്പോൾ, അവരതിനു വേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മളും അതോടൊപ്പം ആവുകയല്ല, മറിച്ചൊരു യഥാർത്ഥ മുസ്ലിം എങ്ങനെ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം, അത്തരം നാട്ടിലൂടെ ജീവിച്ചു പോകണം എന്നത് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നമുക്ക് മഹത്തായ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദിർഉഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയ്യിൻ ബി30 സാഅൻ മിന അശ്ശഈർ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ തൻ്റെ പടയങ്കി 30 സാഅ് ഗോതമ്പിന് ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിനെ ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, പണക്കാരന്മാരായ അനേകം സ്വഹാബിവര്യന്മാർ ജീവിച്ചിരുന്ന ഒരു നാട്ടിൽ, ധനാഢ്യന്മാരായ സ്വഹാബിമാർ ജീവിച്ചിരുന്ന ഒരു നാട്ടിൽ ഒരു ജൂതന്റെ അടുക്കൽ തൻ്റെ പടയങ്കി പണയം വെച്ച് ലോകത്തോട് പ്രവാചകൻ വിട പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അമുസ്ലിമീങ്ങളുമായുള്ള സാഹോദര്യത്തിൻ്റെയും ബന്ധത്തിൻ്റെയും നല്ല സാഹചര്യങ്ങളെ അത് സൂചിപ്പിക്കുന്നു എന്ന് ആ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ അങ്ങനെ മാതൃക കാണിച്ചു, അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ അമുസ്ലിമീങ്ങളുമായിട്ടുള്ള ബന്ധം മാനുഷികമായ രംഗത്ത് നന്നായി ഊട്ടിയുറപ്പിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്തെടുത്തിരുന്ന ഒരു ജൂത പയ്യനുണ്ടായിരുന്നു. ആ ജൂതനായ കുട്ടി മരിക്കാൻ കിടക്കുന്ന നേരത്ത് ആ ജൂതക്കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുകയാണ്, അദ്ദേഹത്തെ ചെന്ന് സന്ദർശിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്ലിം, മോനെ നീ ഇസ്ലാം സ്വീകരിക്കണം, നീ യഥാർത്ഥ മുസ്ലിമാകണം. അപ്പോ ഫനദറ ഇലാ അബീഹി വഹുവ ഇൻദഹു ഫഖാല ലഹു അതി അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ലിം. അങ്ങനെ ആ ജൂതക്കുട്ടി തൻ്റെ പിതാവിനെ നോക്കി, പിതാവ് പറഞ്ഞു, മോനെ അബുൽ ഖാസിമിനെ അനുസരിക്ക്. അങ്ങനെ ആ കുട്ടി ഇസ്ലാം സ്വീകരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് ആ ജൂതപ്പയ്യനെ കാത്ത റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പഠിപ്പിക്കുകയാണ്. രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിക്കുന്ന ആ ഒരു മഹത്തായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കിട്ടി. അത്തരം മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പാടെ നശിച്ചു പോയപ്പോൾ അതിശക്തമായ അതിർവരമ്പുകൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കലാപാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ വേഗത്തിൽ വർഗീയത നമ്മുടെ മനസ്സുകളിലേക്ക് പോലും കടന്നുവന്ന് അതിശക്തമായ ചേരിതിരിവുകൾ സൃഷ്ടിക്കപ്പെട്ട് വളരെ വേഗത്തിൽ പ്രതിസന്ധികളിലേക്ക് എത്തിപ്പെടാൻ ഈ കഴിഞ്ഞ കാലയളവുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് അവിടേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? നമ്മൾ പോലും ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്?
യഥാർത്ഥ പ്രവാചക ജീവിതം എങ്ങനെയായിരുന്നു. രോഗിയായി കിടന്ന തൻ്റെ ഖാദിമിനെ ചെന്ന് സന്ദർശിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അയൽവാസികളുമായി ബന്ധപ്പെട്ട ആ ബന്ധം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു ആടിനെ അറുത്തു. വീട്ടിൽ വന്നപ്പോൾ ഒരു ആടിനെ അറുത്തു. അപ്പോൾ ഇദ്ദേഹം വീട്ടിലേക്ക് കയറി വന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, നോക്കൂ, ഹദൈതും ലിജാരിനൽ യഹൂദിയ, യഹൂദിയായ നമ്മുടെ അയൽവാസിക്ക് അതിൽ നിന്നും ഹദിയ കൊടുത്തോ നിങ്ങൾ എന്ന് 2 തവണ ആവർത്തിച്ച് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം വീട്ടിൽ ഒരാടിനറുത്തപ്പോൾ, വീട്ടിൽ നല്ലൊരു ഭക്ഷണം വെച്ചപ്പോൾ ഹൈന്ദവനായ നമ്മുടെ അയൽവാസിക്ക് നിങ്ങൾ കൊടുത്തോ അതിൽ നിന്നുള്ള ഹദിയ? ക്രൈസ്തവനായ നിരീശ്വരവാദിയായ അയൽവാസിക്ക് അങ്ങനെ നിങ്ങൾ കൊടുത്തോ ഹദിയ എന്ന് ചോദിച്ചോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ ظننت അന്നഹു സയുവരിസുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് അയൽവാസികളോടുള്ള ബാധ്യത വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ സമ്പത്തിൽ നിന്നുള്ള അനന്തരാവകാശം അയൽവാസിക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുമാറ് അത്രയേറെ ഗൗരവത്തിൽ അയൽവാസിയോടുള്ള ബന്ധത്തെ വിശദീകരിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരു അയൽവാസിക്ക് ആടിനെ കൊടുത്തോ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഹദീസ് പറയുന്നത്. അപ്പോൾ അയൽവാസി ആരുമാകട്ടെ അവരോടുള്ള ബാധ്യതകൾ കൃത്യമായി നിറവേറ്റുന്നിടത്ത് നമുക്ക് വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ സാധിച്ചിട്ടില്ല എന്ന ഉത്തരം വരുന്നിടത്താണ് പ്രശ്നങ്ങൾ വേഗത്തിൽ പടർന്നു പിടിക്കുവാനുള്ള കാരണം എന്ന് നാം മനസ്സിലാക്കുക. ഓരോ ദിവസം കഴിയുന്തോറും ഈ അയൽവാസികളുമായുള്ള ഇത്തരം ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ആ നിലക്കുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും പ്രശ്നങ്ങൾ സംജാതമാകുമ്പോൾ വ്യാപകമായ പ്രയാസങ്ങൾ ഈ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ ചികിത്സിക്കുക എന്നതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. നമ്മുടെ അത്തരം സമീപനങ്ങൾ നന്നാക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഇല്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിമീങ്ങളുമായി നല്ല നിലയിൽ വർത്തിക്കുന്നത്, ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പരിപൂർണമായി മുസ്ലിമിന് ജീവിക്കുന്നതിനൊരു തടസ്സവുമില്ല എന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ്, അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ് സ്വഹാബാക്കളുടെ ജീവിതത്തിലും അത് നമുക്ക് ദർശിക്കാനായത്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിച്ചതുപോലെ, അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം നാടുപേക്ഷിച്ച് ഹിജറ പോകേണ്ടി വന്ന ഘട്ടത്തിൽ അബൂ ദുഗിന്ന എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞത്, താങ്കളെപ്പോലെയുള്ള ആളുകൾ ഈ നാട് വിട്ട് പോകുവാൻ ഒരിക്കലും പാടുള്ളതല്ല, ഒരിക്കലും അത് പാടുള്ളതല്ല എന്ന് അദ്ദേഹം പറയുകയും തിരിച്ച് നാട്ടിൽ നിൽക്കുവാനായി നിർബന്ധിക്കുകയും ചെയ്ത ആ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. പ്രവാചകനിൽ നിന്ന് കൃത്യമായി മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ട്. ഇവിടെയാണ് മുസ്ലിം സമൂഹവും ഇതര മതസ്ഥരവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മുഴുവൻ കുത്തകയും അവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ സാധ്യമല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകനിൽ നിന്നും മാതൃകയില്ലാത്ത ജീവിതം ബഹുമത സമൂഹത്തിൽ കാഴ്ചവെച്ചതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വ്യാപകമായി പടർന്നു പന്തലിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കിയാൽ, ആദ്യം ചികിത്സിക്കേണ്ടത്, ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതവും നമ്മുടെ നിലപാടുകളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന ജീവിതത്തിൽ മുസ്ലിം സമൂഹവുമായി ജീവിക്കുന്ന കാലഘട്ടത്തിലും മഹത്തായ, ഒന്നുകൂടി
അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഒന്നുകൂടി അമുസ്ലിമീങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാനുഷികമായ എല്ലാ സംരക്ഷണവും നൽകുന്നിടത്തേക്ക് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജീവിച്ചു കാണിച്ചു തരികയാണ്. മദീന കാലഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും പല ആളുകളും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നാട്ടിൽ പ്രവാചകന്റെ ജീവിതത്തെ പരിശോധിച്ചാൽ നമുക്ക് അത് കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നോക്ക്, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലെ ബന്ദികളെ കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? മുത്ഇം ബിൻ അദീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹമെങ്ങാനും എന്നോട് ഈ ബന്ദികളെ കുറിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനു വേണ്ടി ഞാൻ ഇവരെ വെറുതെ വിടുമായിരുന്നു. മുത്ഇം ബിൻ അദീ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോയ ഘട്ടത്തിൽ പ്രവാചകന് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകനെ സഹായിച്ച വ്യക്തി. അതോ ത്വായിഫിൽ നിന്ന് പ്രവാചകൻ മക്കയിലേക്ക് മടങ്ങി വരാൻ നേരത്ത് സംരക്ഷണം ആവശ്യപ്പെടുകയും സംരക്ഷണം കൊടുത്ത വ്യക്തിയോ? ഈ രണ്ടിലാരോ ഒരാളാണ്. എന്തായിരുന്നാലും പ്രവാചകനെ അമുസ്ലിമായിരിക്കെ കാലത്ത് തന്നെ സഹായിച്ച വ്യക്തി വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ അന്നേരം ബദറിലെ ബന്ദികളെ പിടിച്ചു വെച്ച ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മുത്ഇം ബിൻ അദീ ഉണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹം കാഫിറായിട്ടാണ് മരിച്ചുപോയത്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഈ ബന്ദികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ആദരിച്ച രംഗം നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായ നിലപാടുകൾ ആ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അമുസ്ലിം പൗരന്മാരുമായി വിശ്വാസികൾ വർത്തിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ പരിഗണിക്കേണ്ടവ ഒരു താക്കീതെന്ന നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുസ്ലിം സമൂഹത്തെ. വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബാക്കളെ എങ്ങനെയായിരിക്കണം അവരോട് ഒരു നിലക്കും അനീതിയുടെ ഒരു തരിമ്പും കടന്നു വന്നു പോകരുത് എന്ന് നിരന്തരമായി തൻ്റെ അനുയായികളെ ഉണർത്തിക്കൊണ്ടേയിരുന്ന ഒരു നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ മൻ ളലമ മുആഹിദൻ അവ ഇൻതഖസഹു ഔ കല്ലഫഹു ഫൗക ത്വാഖതിഹി ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബിൻ നഫ്സിൻ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അറിയണം, ആരെങ്കിലും ഒരു സംരക്ഷിത ന്യൂനപക്ഷത്തിലെ അമുസ്ലിമിനെ ഉപദ്രവിക്കുക, അവന് കിട്ടേണ്ട അവകാശങ്ങൾ കുറവ് വരുത്തുക, സാധ്യമാകുന്നതിലുപരി വഹിക്കുവാൻ അവനെ നിർബന്ധിക്കുക, മനപ്പൊരുത്തമില്ലാതെ അവനിൽ നിന്നു വല്ലതും കവർന്നെടുക്കുക എന്നിവ ചെയ്യുന്നവനുമായി ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞാൻ തർക്കത്തിലേർപ്പെടുക തന്നെ ചെയ്യുമെന്ന് അതിശക്തമായ താക്കീത് നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണത്? ഭരണചക്രം കയ്യിലുള്ള കാലഘട്ടത്തിൽ, അധികാരത്തിൻ്റെ ചെങ്കോല് കയ്യിലുള്ള കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്, എൻ്റെ ന്യൂനപക്ഷത്തിൽ, അന്ന് അവിടെ ന്യൂനപക്ഷമാണല്ലോ അവർ, അഥവാ അമുസ്ലിമീങ്ങൾ, കരാറിലേർപ്പെട്ടവർ, നമ്മളുമായി രഞ്ജിപ്പിൽ കഴിയുന്നവർ, അവരുടെ കാര്യത്തിൽ അനീതിയുണ്ടാകുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി എതിർത്തതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അത് മക്ക കാലഘട്ടമാകട്ടെ മദീന കാലഘട്ടമാകട്ടെ, ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ബഹുമത സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെയാകണമെന്ന് 23 വർഷക്കാലഘട്ടവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നിസ്കാരത്തിൽ നമ്മൾ പ്രവാചകനെ മാതൃകയാക്കി, നോമ്പെടുക്കുന്നിടത്ത് പ്രവാചകനെ നമ്മൾ മാതൃകയാക്കി, ഹജ്ജ് ചെയ്യുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മാതൃകയാക്കി. പക്ഷേ ഒരു ബഹുമത സമൂഹത്തിൽ ഞാൻ എങ്ങനെയാകണമെന്ന്
ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പുസ്തകം മറിച്ച് ഖുർആനിൻ്റെ അധ്യായങ്ങൾ തുറന്ന് പ്രവാചക ജീവിതത്തിൻ്റെ അധ്യാപനങ്ങൾ തുറന്നു വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമ്മൾ തന്നെ പഠിച്ചിട്ടില്ല എങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും? അപ്പോൾ അങ്ങനെ ജീവിച്ചിട്ടില്ല എങ്കിൽ അതിശക്തമായ പ്രയാസങ്ങൾ ഈ ഉമ്മത്തിന് നേരിടേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെയും വ്യാപകമായി പടർന്നു പന്തലിക്കാൻ കാരണം. മാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, മനുഷ്യർക്കിടയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിം എങ്ങനെയാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൻ നിസാ 114-ാമത്തെ അധ്യായം അല്ലാഹു പറയുകയാണ്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അവരുടെ രഹസ്യാലോചനകളിൽ മിക്കതിലും യാതൊരു നന്മയുമില്ല. വല്ല ദാനധർമ്മവും ചെയ്യുവാനോ സദാചാരം കൈക്കൊള്ളുവാനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കുകളിലൊഴികെ. അപ്പൊ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കേണ്ട സാഹചര്യം എപ്പോഴാണ്? മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്നല്ല, നാസ്, ജനങ്ങൾ, മനുഷ്യർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കേണ്ട ഘട്ടങ്ങൾ എപ്പോഴാണ് കടന്നു വരുന്നത്? നമ്മൾ ഈ ആയത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നലകളിലൂടെ ഒന്ന് കടന്നു പോവുക. ഇരുവിഭാഗങ്ങൾ തമ്മിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ നമ്മുടെ സംഘത്തെയും കൂട്ടത്തെയും സഹായിക്കുവാനുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നിടത്തും അവർക്കെതിരെ പടപൊരുതുവാനുള്ള പണിയായുധങ്ങൾ ശേഖരിക്കുന്നിടത്തുമാണ് നമ്മുടെ കാഴ്ചകളും നമ്മുടെ ചിന്തകളും കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ്? യഥാർത്ഥത്തിൽ വിശ്വാസികൾ അല്ലെങ്കിൽ അവരുടെ ചർച്ചകൾ, അവരുടെ മീറ്റിങ്ങുകൾ എന്തിനു വേണ്ടിയാകണം? ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനു വേണ്ടിയായിരിക്കണം അവർ ചർച്ച ചെയ്യേണ്ടത് എന്ന് അള്ളാഹു പറയുമ്പോൾ, അങ്ങനെയാണോ നമ്മുടെ മനസ്സ് രൂപപ്പെട്ടിട്ടുള്ളത്? അതല്ല, അവിടെ തകർക്കുവാനും പണിയെടുക്കുവാനും നശിപ്പിക്കുവാനുമുള്ള മനസ്സാണോ നമുക്ക് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ സകല പ്രയാസങ്ങൾക്കും സകല പ്രതിസന്ധികൾക്കും നമ്മൾ വലിയൊരു കാരണമാണ് എന്ന് വിലയിരുത്തുമ്പോൾ, പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അസഹിഷ്ണുതയുണ്ടാകുന്നത്. നമ്മൾ നമ്മളെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. ബാക്കിയുള്ളവർ അവർ വ്യാപകമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിന് മറ്റൊരു ഘട്ടമാണ് നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിക്കുമ്പോൾ. ഇത്തരം സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ സഹിക്കായികയുണ്ടാകുന്നു, കൊല്ലണമെന്നും നശിപ്പിക്കണമെന്നും ചിന്തയുണ്ടാകുന്നു. അങ്ങനെ മനുഷ്യനെ കൊല്ലുന്നിടത്തേക്കും വെട്ടി തകർക്കുന്നിടത്തേക്കും മുസ്ലിം സമൂഹം എത്തിപ്പെടുന്നുണ്ട് എങ്കിൽ അവരെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ രൂപത്തിൽ അവരോടൊരു അനീതി കാണിക്കുന്നത് പോലും അതിശക്തമായി ഉണർത്തിയിട്ടുണ്ട് എങ്കിൽ കൊലപാതകം എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. അന്യായമായി അകാരണമായി ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയാൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ അള്ളാഹു ഏറെ ആദരിച്ചതും ബഹുമാനിച്ചതും മനുഷ്യരെന്ന സൃഷ്ടിവർഗത്തെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ അള്ളാഹു പറയുകയാണ്, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. സൂറത്ത് ഇസ്രായിന്റെ 70-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും ആദം സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, വലഖദ് കറംനാ ബനി ആദം സന്തതികളെ, അവൻ്റെ മതവും ദേശവും വർണ്ണവും ഗോത്രവും ഏതായാലും ആദം സന്തതിയെ ഞാൻ ആദരിച്ചിരിക്കുന്നു. നമ്മളെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ അള്ളാഹു തന്നെയാണ് ഹൈന്ദവനെയും ക്രൈസ്തവനെയും മതമില്ലാത്തവനെയും മതവിൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചത്. അങ്ങനെ അള്ളാഹു എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ആദരിച്ച് സൃഷ്ടിച്ച സൃഷ്ടിയുടെ കാര്യത്തിൽ ഗൗരവത്തിൽ തന്നെയാണ് നമ്മളും നമ്മുടെ സമീപനം സ്വീകരിക്കേണ്ടത് എന്ന് വളരെ ഗൗരവമായി മനുഷ്യൻ്റെ രക്തത്തെയും മനുഷ്യൻ്റെ അഭിമാനത്തെയും
മനുഷ്യന്റെ സമ്പത്തിനെയും പവിത്രമാക്കുകയും ചെയ്തു അല്ലാഹ്. അവിടെ ഒരു മുസ്ലിമിൻ്റെ സമ്പത്തോ മുസ്ലിമിൻ്റെ അഭിമാനമെന്നോ എടുത്തു പറയുന്നില്ല. മറിച്ച് മനുഷ്യൻ്റെ അഭിമാനം, മനുഷ്യൻ്റെ സമ്പത്ത്, മനുഷ്യൻ്റെ രക്തം ഞാൻ പവിത്രമാക്കിയിരിക്കുന്നു, മനുഷ്യനെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് മനുഷ്യരെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങൾ അന്യായമായി വധിക്കരുത് എന്ന് ഖുർആനിലുടനീളം പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ കഴിയും. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രമായി നൽകിയിട്ടുള്ള മനുഷ്യജീവനെ ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ ഹനിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രത നൽകിയിട്ടുള്ള മനുഷ്യജീവനെ നിങ്ങൾ ന്യായം കൂടാതെ വധിക്കരുത്. അള്ളാഹു പറഞ്ഞതാണ്, ന്യായമില്ലാതെ അന്യായമായി വധിക്കരുത് മനുഷ്യ. അവിടെ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായം കൂടാതെ അള്ളാഹു പവിത്രമാക്കിയ മനുഷ്യജീവനെ വധിക്കരുത് എന്ന് ശക്തമായി പറഞ്ഞു. എന്താണ് ന്യായം? ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്ര നിയമത്തിൽ പ്രതിക്രിയ എന്ന രൂപത്തിൽ ആ മനുഷ്യനെ ആ നിയമം വധിക്കുന്നിടത്ത് അത് മറ്റൊന്നാണ്. പക്ഷേ പരസ്പരം മനുഷ്യർ തമ്മിൽ വെട്ടിക്കൊല്ലുന്നതും പരസ്പരം മനുഷ്യർ തമ്മിൽ കൊലപ്പെടുത്തുന്നതും ഇസ്ലാം അതിശക്തമായി വിരോധിച്ച കാര്യമാണ്. അവിടെ നമുക്കൊരു ന്യായവുമില്ല. അങ്ങനെ കൊല്ലുവാനും തല്ലുവാനും മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് മനുഷ്യകുലത്തെ, മാനവകുലത്തെ മൊത്തത്തിൽ അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും അതുകൊണ്ട് തന്നെ അവരെ അകാരണമായി കൊല്ലുകയും ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണ്? സൂറത്ത് ഹുജറാത്തിന്റെ 13 അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പരസ്പരം അറിയേണ്ടതിനു വേണ്ടി. നിങ്ങളെ വിവിധ സമുദായങ്ങളിലും സമൂഹങ്ങളിലും ഗോത്രങ്ങളിലുമായി ഞാൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയർ എന്തുകൊണ്ട്? അള്ളാഹു ആദം നബിയിൽ നിന്നും ഹവ്വാ ബീവിയിൽ നിന്നുമാണ് മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരിലൂടെയാണ് ഈ സൃഷ്ടി നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പരസ്പരം വ്യത്യസ്ത ഗോത്രങ്ങളായി തിരിഞ്ഞത് എന്തിനു വേണ്ടിയാണ്? പരസ്പരം അറിയുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ആദരണീയർ ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സൂക്ഷ്മതാ ബോധത്തോടുകൂടി ജീവിക്കുന്ന, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ആദരണീയർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വളരെ ശക്തമായി മനുഷ്യരൊക്കെയും പരസ്പരം ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ആയതുകൊണ്ടോ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ എന്ന് അല്ലാഹു പറഞ്ഞില്ല. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ജനിച്ചപ്പോൾ തന്നെ മുസ്ലിമായി ജനിച്ചു, അല്ലെ മുസ്ലിം കുടുംബത്തിലൊരു അംഗമായി ജീവിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് അല്ല പറഞ്ഞത്. അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് നമ്മളോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ എന്ന് നമുക്ക് പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പവിത്രമായി മഹനീയമായി ആദരിക്കപ്പെട്ട സൃഷ്ടിയായി അള്ളാഹു കണ്ട മനുഷ്യനെ ഒരിക്കലും അന്യായമായി വധിക്കുവാൻ നമുക്ക് പാടുള്ളതല്ല എന്ന് പറയുവാനുള്ള കാരണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം അറഫ മൈതാനിയിൽ വെച്ച് പ്രഖ്യാപിച്ചതും, അലാ ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ അഹ്മർ അലാ അസ്വദ് വലാ അസ്വദ് അലാ അഹ്മർ ഇല്ലാ ബിതഖ്വ. അറിയണം, അറബിക്ക് അനറബിയെക്കാലോ അനറബിക്ക് അറബിയെക്കാലോ യാതൊരു പവിത്രതയുമില്ല. വെളുത്തവന് കറുത്തവനെക്കാലോ കറുത്തവന് വെളുത്തവനെക്കാലോ യാതൊരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബിതഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. കുല്ലുക്കും മിൻ ആദം വ ആദമും മിൻ തുറാബ്. എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ്,
ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. അള്ളാഹു അതുകൊണ്ട് തന്നെ ഒരുപോലെ ആദരിച്ച് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് ഹൈന്ദവനായാലും, അത് ക്രൈസ്തവനായാലും, അത് മതമില്ലാത്തവനായാലും, അത് മുസ്ലിമായാലും, അത് മുത്തഖിയായാലും എല്ലാവരെയും അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. ഇനി അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നവർ തഖ്വയുള്ളവർ മാത്രമാണ് എന്ന് രണ്ടാമത് ഉണർത്തുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു അങ്ങനെ ആദരിച്ച് സൃഷ്ടിച്ച ജീവിയെ മനുഷ്യനെ കൊല്ലുവാൻ, അകാരണമായി വധിക്കുവാൻ എങ്ങനെ സാധിക്കും എന്ന് ഗൗരവത്തോടുകൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? ഒരു മനുഷ്യന് അവൻ്റെ തൗബ ചെയ്യുവാനുള്ള അവസരം, നമ്മുടെ മുമ്പിൽ അവൻ തിന്മ ചെയ്യുന്നവനായിരിക്കാം, അതുകൊണ്ട് വധിക്കുവാൻ നമുക്ക് എന്തർഹതയാണ്? കാരണം മനുഷ്യൻ അവന് തൗബ ചെയ്ത് മടങ്ങുവാൻ മരണം അവൻ്റെ തൊണ്ടക്കുഴിയിൽ വന്നെത്തുന്നതുവരെ സമയമുണ്ട്, അവസരമുണ്ട്. ആ അവസരം അവന് കിട്ടേണ്ടതുണ്ട്. അതിനു മുമ്പ് അവനെ കൊല്ലലല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അള്ളാഹു അവൻ എത്ര ആളുകളാണ് മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുത്തത്. എത്ര ആളുകൾക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മനുഷ്യ ജീവനെയും അന്യായമായും അകാരണമായും വധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള ഗുരുതരമായ ഒരു പാപമായി പഠിപ്പിക്കുകയാണ്. ഈ വിഷയങ്ങളൊന്നും അറിയാത്തതുകൊണ്ടും ഇസ്ലാം ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ എന്ത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ലോകത്തെവിടെയെല്ലാം പരസ്പരം കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പല മുസ്ലിമീങ്ങളും ISIS എന്ന പേരിൽ തീവ്രവാദ സംഘടനകളായി പലരും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമായ ശിക്ഷയ്ക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ആദരിച്ച് സൃഷ്ടിച്ച ഒരു മനുഷ്യനെ ആദരിക്കുവാൻ നമ്മൾ പഠിക്കണം. അവൻ അയൽവാസിയാകുമ്പോൾ ആ രൂപത്തിൽ അവൻ ആദരിക്കാൻ, അവൻ സമൂഹത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവനാകുമ്പോൾ ആ രൂപത്തിൽ അവൻ ആദരിക്കുവാൻ, ആ ഒരു ആദരവ് അവനോട് കാണിക്കുമ്പോൾ തീർച്ചയായും സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നുവന്ന് പരസ്പര ഐക്യത്തിലും സ്നേഹത്തിലും കഴിയാൻ സാധ്യതയുണ്ട്. ഇതൊന്നുമില്ലാതെ നമ്മൾ വർഗീയ ചിന്താഗതിയുള്ള മനസ്സുമായി ജീവിച്ചാൽ ഒരിക്കലും ഇസ്ലാം അവിടെ വളരില്ല. അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിരന്തരമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമത സമൂഹത്തിൽ എൻ്റെ ബാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും മാറുവാൻ സാധിക്കും. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അന്യായമായി ഒരു മനുഷ്യനെ കൊല്ലുക എന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നിടത്ത് അവിടെ നിന്ന് പറഞ്ഞത് കാണാം. മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുഖ്തൽ നഫ്സുൻ ദുൽമ ഇല്ലാ കാന അലാ ഇബ്ന ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹാ ലിഅന്നഹു അവ്വല മൻ സന്നൽ ഖത്ൽ. ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ അന്യായമായി കൊല ചെയ്യപ്പെട്ടാൽ അതിൽ നിന്നൊരു ഓഹരി ആദമിൻ്റെ മക്കളിൽ ഒരുവനിലേക്ക് വന്നെത്തുന്നതാണ്. കാരണം ലിഅന്നഹു മൻ സന്നൽ ഖത്ൽ, മനുഷ്യകുലത്തിൽ ആദ്യമായി അകാരണമായി കൊല ചെയ്തത്, കൊന്നത് ആ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് നടക്കുന്ന സർവ്വ കൊലപാതകങ്ങളുടെയും ഒരോഹരി ആദമിൻ്റെ പുത്രനിലേക്ക് ചെന്നെത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം എന്താണ്? ലാ തുഖ്തൽ നഫ്സൻ ദുൽമ, അകാരണമായി ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുക. നഫ്സ്, മനുഷ്യൻ എന്നാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം. മുസ്ലിമെന്നോ മുഅ്മിനെന്നോ പറഞ്ഞില്ല, മറിച്ച് മനുഷ്യൻ അകാരണമായി കൊല ചെയ്യപ്പെട്ടാൽ തീർച്ചയായും അത് ഗുരുതരമായ വിഷയമായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടായത്തുകൾ നാം ഒന്ന് മനസ്സിലാക്കണം. സൂറത്തു നിസാഇൽ അല്ലാഹു പറയുന്നു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ
വഗദിബ അല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അദീമാ. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ മനഃപൂർവ്വം കൊല ചെയ്യുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നു. അവനതിൽ നിത്യവാസിയായിരിക്കും. അവൻ്റെ നേരെ അള്ളാഹു കോപിക്കും, അവനെ അള്ളാഹു ശപിക്കും. കനത്ത ശിക്ഷയാണ് അവനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു അതിശക്തമായ രൂപത്തിൽ ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യനെ കൊന്ന വിഷയത്തിൽ സംസാരിച്ചു. എന്നാൽ ഒരു മനുഷ്യനെ കൊല്ലുന്ന വിഷയം സംസാരിക്കുന്നിടത്ത് അള്ളാഹു സംസാരിച്ചത് എന്താണ്? സൂറത്ത് മാഇദയിലെ 32 കാണാം, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ തെറ്റ് ചെയ്തവനാണ്, അപരാധം ചെയ്തവനാണ്. അതുപോലെ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. അവൻ ഒരു മനുഷ്യനെ അവനെ രക്ഷപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ കൊല്ലാതെ വിട്ടാൽ, അല്ലെ ആ രൂപത്തിലായാൽ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവൻ്റെ കൂട്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നതും ഒരു മുസ്ലിമായ മനുഷ്യനെ കൊന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം ഗൗരവമുണ്ട് എന്ന ആ വിഷയത്തിൽ എന്ന് നാം ഓരോരുത്തരും വളരെ ഗൗരവമായി തന്നെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹതൽ ജന്ന വ ഇന്ന റീഹഹാ തൂജദു മിൻ മസീറതി 40 ആമാ. ആരെങ്കിലും മുസ്ലിങ്ങളുമായി രഞ്ജിപ്പിൽ കഴിയുന്ന, കരാറിൽ കഴിയുന്ന ഒരു മുസ്ലിമിനെ വധിച്ചാൽ ലം യരിഹ് റായിഹതൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം അവൻ ഒരിക്കലും ആസ്വദിക്കുകയില്ല. സ്വർഗത്തിന്റെ സുഗന്ധമാകട്ടെ 40 വർഷങ്ങൾക്കപ്പുറം വഴിദൂരം അത് അടിച്ചു വീശുന്നതാണ്. അന്യായമായി ഒരു മുസ്ലിമിനെ കൊന്നാൽ അവൻ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, ഭൗതികമായ പലതിനും വേണ്ടി, സംഘടനകൾക്കു വേണ്ടി, കൂട്ടായ്മകൾക്കു വേണ്ടി പരസ്പരം വധിച്ച് കൊന്നു തള്ളിയ മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ട വിഷയം, നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിന്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ കഴിയാതെ നരകത്തിന്റെ അഗ്നിനാളങ്ങളിലേക്ക് ചെന്നു പതിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവമായിട്ടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലസവാലു ദുനിയ ജമീഅൻ അഹ്വനു അലല്ലാഹി മിൻ ദമി യസ്ഫിഖു ബിഗൈരി ഹഖ്ഖിൻ. ഈ ലോകവും ഈ പ്രപഞ്ചവും ആകാശങ്ങളും ഭൂമികളും നക്ഷത്രങ്ങളും ഗാലക്സികളും പർവ്വതങ്ങളും കടലും കായലും മുഴുവനും തകർന്നടിഞ്ഞ് നശിക്കുന്നതിനേക്കാൾ അല്ലാഹുവിങ്കൽ ഏറ്റവും ഗൗരവമുള്ളതെന്താണ്? അനാകാരണമായി ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുക എന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുമോ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ പറയുകയില്ല, സംസാരിക്കുകയില്ല ഇത്തരം കാര്യങ്ങൾ. അല്ലാഹു തമാശ പറയുമോ? ലോകം മുഴുവനും നശിക്കുന്നതും ഒരു മനുഷ്യന് കാരണമായി രക്തം ചിന്തപ്പെടുന്നതും അല്ലാഹുവിങ്കൽ ഗൗരവം രക്തം ചിന്തപ്പെടുന്നതാണെന്ന് പറയുമ്പോൾ അല്ലാഹു തമാശ പറയുന്നവനാണോ? വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അല്ലാഹുവിനേക്കാൾ സത്യസന്ധമായ സംസാരം സംസാരിക്കുന്ന മറ്റാരുണ്ട്? വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ. അല്ലാഹുവിനേക്കാൾ സത്യസന്ധമായി വിവരം നൽകുന്ന മറ്റാരുണ്ട് എന്ന് പ്രഖ്യാപിച്ച അല്ലാഹുവിന്റെ വചനാമൃതങ്ങൾ മുമ്പിൽ വെച്ച് ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യനെ അന്യായമായി അകാരണമായി നിയമം കയ്യിലെടുത്തുകൊണ്ട് അവനെ വധിക്കാനും അവന്റെ രക്തം ചിന്തുവാനും അവനതാ ചർച്ച ചെയ്താൽ എത്ര ഗുരുതരമായ പാപത്തിനാണ് അവനതാ ചർച്ച ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ എത്ര ഗൗരവമുണ്ട് ഈ വിഷയത്തിന് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? നോക്കൂ, നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അവ്വലുമായി യുഹാസിബു ബിഹിൽ അബ്ദു അസ്സലാത്ത്. നമസ്കാരമാണ് അള്ളാഹുവിൻ്റെ അടുത്തൽ ആദ്യം വിചാരണ നടത്തുന്നത്. എന്നാൽ ആദ്യം വിധി കൽപ്പിക്കുന്നത്, വിധി നടപ്പാക്കുന്നത് എന്ത് വിഷയത്തിലാണ്? വിചാരണ നമസ്കാരത്തിലാണെങ്കിലും
വിധി നടപ്പാക്കുന്നത് എന്ത് വിഷയത്തിലാണ്? പറയുകയാണ്, ആദ്യമായി വിധി നടപ്പാക്കുന്നത് പരസ്പരം രക്തം ചിന്തിയവരുടെ പേരിലായിരിക്കും. അവരെ വിളിച്ചു നിർത്തും. അകാരണമായി ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തം ചിന്തപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അവൻ തെറ്റുകാരനായിരിക്കും. പക്ഷേ അവനെ വധിക്കാനും അവനെ നിയമം കയ്യിലെടുത്ത് അവനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുവാനും നമുക്ക് സാധ്യമല്ല. അങ്ങനെ ചെയ്തവർക്ക് ആയിരിക്കും നാളെ പരലോകത്ത് ആദ്യം വിധി നടപ്പാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടി ഒരു വിശ്വാസിയെ, ഒരു മനുഷ്യനെ കൊല്ലുവാൻ തീരുമാനിച്ചാലും ആ ബാക്കി വരുന്ന മുഴുവൻ മനുഷ്യരെയും അള്ളാഹു നരകത്തിലിട്ട് നരകം നിറയ്ക്കുന്നതാണ്. അഥവാ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരും കൂടിച്ചേർന്ന് ഒരു മനുഷ്യനെ വധിക്കുവാൻ തീരുമാനിച്ചു അകാരണമായി എങ്കിൽ ഈ മുഴുവൻ മനുഷ്യരെയും നരകത്തിലിടാൻ അള്ളാഹുവിന് പ്രയാസമില്ല. അതിത്രയും മനുഷ്യരില്ലേ എന്നൊന്നും ഈ ഭൗതിക കോടതി ചിന്തിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ കോടതി ചിന്തിക്കുകയില്ല എന്ന് പറയുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജീഉൽ മഖ്തൂലു ബിഖാതിലി യൗമൽ ഖിയാമ, കൊല്ലപ്പെട്ട വ്യക്തി തന്നെ കൊന്ന മനുഷ്യനുമായി നാളെ പരലോകത്ത് വരുന്നതാണ്. നാസിയതുഹു വറഅസുഹു ബിയദിഹി, കൊലയാളിയുടെ കയ്യിൽ, കൊല ചെയ്യപ്പെട്ടവന്റെ കയ്യിൽ കൊലയാളിയുടെ തലയും പിരടിയും പിടിച്ചുകൊണ്ടായിരിക്കും അവൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയും, യഖൂലു യാ റബ്ബി ഖതലനി ഹാദാ, അല്ലാഹുവേ ഇവനാണ് എന്നെ കൊന്നവൻ, ഇവനെ നീ ശിക്ഷ നടപ്പാക്കണേ, വിധി നടപ്പാക്കണേ എന്ന് അവിടെ അതാ പ്രഖ്യാപിക്കുകയാണ്. എത്രയെത്ര മനുഷ്യന്മാർ ഈ നാടുകളിൽ നിന്ന് അவ்விധത്തിൽ കൊല ചെയ്തവന്റെ തലയോട്ടിയുമായി പിരടികളുമായി പരലോകത്ത് വരുമെന്ന് ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. എപ്പോഴാണ് ഇതിലേക്കൊക്കെ എത്തുക? ഇതെല്ലാം ഈ കൊലപാതകങ്ങളിലേക്കും അസഹിഷ്ണുതകളിലേക്കും എത്തുന്നത് ഞാനൊരു മുസ്ലിമാണെന്നത് പറഞ്ഞതുകൊണ്ട് അസഹിഷ്ണുത ഉണ്ടാകാതിരിക്കില്ല, ഉണ്ടാകും. എപ്പോൾ ഉണ്ടാകാതിരിക്കും? ഇതര മതസമൂഹം ജീവിക്കുന്ന നാട്ടിൽ ഒരു മുസ്ലിം എങ്ങനെയായിരുന്നു എന്ന് പ്രവാചക ജീവിതം പരിശോധിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനല്ലാതെ സഹിഷ്ണുതയുണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ നമുക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കേണ്ടത്, ഇനിയുള്ള കാലത്ത് ഇത് ഗൗരവത്തിൽ കണ്ടുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്നിട്ട് സ്വഹാബാക്കളുടെ ജീവിതത്തിലുള്ളതുപോലെ അയൽവാസികളുടെ ജീവിതം, അവരുമായിട്ടുള്ള ബന്ധം, അവർ രോഗികളാകുമ്പോൾ സന്ദർശിക്കുക. എന്തായിരുന്നു രോഗിയായപ്പോൾ സന്ദർശിച്ചതിൻ്റെ പിന്നിലെ ലക്ഷ്യം? ഇവിടെയെല്ലാം ദഅവത്താണ്, ഒപ്പം മാനുഷിക ബന്ധങ്ങളെ നിലനിർത്തുക എന്നതുമാണ്. മാനുഷിക ബന്ധങ്ങളെ നിലനിർത്തുക എന്നതുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ ഒരുങ്ങി വന്നിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന അതിശക്തമായ പ്രതിസന്ധികളുടെ നാളുകളിൽ അതിശക്തമായ വേർതിരിവുകൾ വേഗത്തിലുണ്ടാവുകയും അതിശക്തമായി തന്നെ പ്രതിസന്ധികൾ രൂപപ്പെടുകയും ചെയ്യുമെന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വ്യക്തികളും സമൂഹവും സംഘടനകളും സംഘങ്ങളും കൂട്ടായ്മകളും ആ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഈ സമൂഹത്തെ ബോധവത്കരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുക. അള്ളാഹു ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സംഭാവന സ്വീകരിക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ആ വിഷയത്തിൽ ഇടപെടണം. ഇൻഷാ അല്ലാഹ് എല്ലാ മാസത്തിലും ആദ്യത്തെ വെള്ളിയാഴ്ച അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ആളുകൾക്ക് അതിൻ്റെ ആവശ്യക്കാർക്ക് ആ തുക എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുവാൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹകരിക്കുക. ജീവിതത്തെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ചിട്ടപ്പെടുത്തുവാനായി പഠിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. ശരിയായ ഇസ്ലാമിനെ ഏത് സാഹചര്യങ്ങളിലും എങ്ങനെയാകണം ഞാൻ എന്ന് കൃത്യമായി ഖുർആനും സുന്നത്തും വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൗദുൽ കൗസർ നിന്ന് വെള്ളം കുടിക്കുവാൻ, അർശിൻ്റെ തണലിൽ നിൽക്കുവാൻ, സിറാത്ത് എന്ന പാലം അതിവേഗത്തിൽ കടക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയെരിയുന്ന നരകത്തിൽ നിന്നും
അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم آمنا في أوطاننا وأصلح أئمتنا وولاة أمورنا وجميع ولاة الأمور المسلمين يا رب العالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.